ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ്. യൂണിറ്റിൻ്റെ പേര് പേപ്പർ ബോട്ട്സ്. പേപ്പർ ബോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ ഒരു പിക്ചറിൽ കാണുന്നില്ലേ, യെല്ലോ കളറിലും റെഡ് കളറിലും ഒക്കെ, അതാണല്ലേ പേപ്പർ ബോട്ട്സ്. അതായത് നമ്മൾ പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്ന ബോട്ടുകൾ, തോണികൾ അല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പേപ്പർ ബോട്ട്സ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഫസ്റ്റ് സ്റ്റോറിയാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് നോക്കാം. അത് കുറച്ച് സെക്ഷൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. പേജ് നമ്പർ 37 നോക്കാം. അപ്പോൾ ആ ഒരു പിക്ചറിൽ നമ്മൾ 2 കുട്ടികളെ കാണുന്നുണ്ട് അല്ലേ. അതുപോലെ ഈ ഒരു പെൺകുട്ടി എന്താണ് ചെയ്യുന്നത്, പേപ്പർ ബോട്ട്സ് ഇങ്ങനെ ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ആ ഒരു കുട്ടിയാണ് നമ്മളുടെ ഈ ഒരു സ്റ്റോറിയിൽ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്, അതായത് പ്രധാന കഥാപാത്രം. ആളുടെ പേര് അന്ന എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റോറി നോക്കാം. ഡൗൺ ദ സ്ട്രീം എന്നാണ് ഫസ്റ്റ് സെക്ഷൻ്റെ പേര്. അപ്പോൾ നമുക്ക് നോക്കാം. അന്ന ജെൻറ്റ്ലി വാക്ക്ഡ് ടുവേർഡ്സ് ദ സ്ട്രീം ഓഫ് മഡി റെയിൻ വാട്ടർ. എന്താ പറയുന്നത്, അന്ന ജെൻറ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃദുവായി എന്നുള്ളതാണ്. ജെൻറ്റ്ലി വാക്ക്ഡ്, മൃദുവായി നടന്നു മീൻസ് പതിയെ എങ്ങനെ നടന്നു. എന്താ വെച്ചാൽ മഴയാണ്, അപ്പോൾ നമ്മൾ സ്ലിപ്പായി വീഴില്ലേ, അപ്പം നമ്മൾ ശ്രദ്ധിച്ച് നടക്കണ്ടേ. അപ്പം അതുകൊണ്ടായിരിക്കും അന്ന എന്ത് ചെയ്തു, ജെൻറ്റ്ലി വാക്ക്ഡ്, മെല്ലെ അങ്ങനെ മൃദുവായിട്ട് നടന്നു. ടുവേർഡ്സ് എ സ്ട്രീം, എങ്ങോട്ടാണ് നടന്നത്, സ്ട്രീം ഓഫ് മഡി റെയിൻ വാട്ടർ, അതായത് സ്ട്രീമിൻ്റെ അടുത്തേക്കാണ് അന്ന നടന്നു പോയത്. ആ സ്ട്രീമിൽ എന്താണ്, മഡി റെയിൻ വാട്ടറാണ്. അതായത് മഴ പെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്ട്രീമിൽ, അതായത് അരുവിയിലുള്ള വെള്ളമൊക്കെ എന്താവും, കലങ്ങും അല്ലേ. എന്നിട്ട് എന്താവും, ചെളിവെള്ളം പോലെ ആവും, ആ ഒരു റെഡ് കളറിൽ മാറും. അതാണ് പറയുന്നത് കേട്ടോ. മഡി റെയിൻ വാട്ടർ ഉള്ള ഒരു സ്ട്രീമിൻ്റെ അടുത്തേക്കാണ് ആര് നടന്നു പോയത്, അന്ന നടന്നു പോയത്. ഷീ ബെൻഡ് ആ ലിറ്റിൽ, അവൾ എന്നിട്ട് എന്ത് ചെയ്തു, അവിടെ എത്തിയതിന് ശേഷം ഒന്ന് കുനിഞ്ഞു. എന്തിനാണ്, ആൻഡ് ലോഞ്ച്ഡ് എ പേപ്പർ ബോട്ട്. അപ്പം അതിന് ശേഷം അവൾ എന്ത് ചെയ്തു, ലോഞ്ച്ഡ് എ പേപ്പർ ബോട്ട് മീൻസ് ഇവിടെ ആ ഒരു എന്താണ്, പേപ്പർ ബോട്ട് വെള്ളത്തിലേക്ക് വെച്ചു എന്നുള്ളതാണ് കേട്ടോ അർത്ഥം വരുന്നത്. ഇറ്റ് സെയിൽഡ് ഡൗൺ ദ സ്ട്രീം സ്വിഫ്റ്റ്ലി ആൻഡ് പ്രൗഡ്ലി. അപ്പം സെയിൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബോട്ട്, അതായത് കപ്പൽ യാത്ര തുടങ്ങി എന്നുള്ളതാണ്. അതായത് ആ പേപ്പർ ബോട്ട്സ് ആ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നു എന്നുള്ളതാണ് ഇവിടെ മീനിങ് വരുന്നത്. ഡൗൺ ദ സ്ട്രീം, അതായത് വെള്ളത്തിൻ്റെ ആ ഒഴുക്കിൻ്റെ കൂടെയാണ് പോകുന്നത്, താഴോട്ടാണ് പോകുന്നത്. സ്വിഫ്റ്റ്ലി ആൻഡ് പ്രൗഡ്ലി, സ്വിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്പീഡിൽ, വേഗത്തിൽ എന്നുള്ളതാണ്. പ്രൗഡ്ലി മീൻസ് എന്താണ്, അഭിമാനത്തോടു കൂടി. അപ്പോൾ ആ ഒരു പേപ്പർ ബോട്ട് എന്താണ്, നല്ല സ്പീഡിലും അതുപോലെ തന്നെ നല്ല അഭിമാനത്തോടു കൂടിയാണ് ഒഴുകി അങ്ങനെ പോകുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കാം. ഷീ വെൻറ്റ് ഓൺ പ്ലേസിങ് എ നമ്പർ ഓഫ് പേപ്പർ ബോട്ട്സ് ഇൻ ദ സ്ട്രീം. എന്താ പറയുന്നത്, ഷീ വെൻറ്റ് ഓൺ പ്ലേസിങ് എ നമ്പർ ഓഫ് പേപ്പർ ബോട്ട്സ്, അതായത് അവൾ ഒരുപാട് പേപ്പർ ബോട്ട്സ് ആ ഒരു സ്ട്രീമിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒഴുക്കി വിടുന്നുണ്ട്. ഷീ വാസ് ഡിലൈറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കുക അല്ലെങ്കിൽ ആനന്ദം, സന്തോഷം എന്നുള്ള മീനിങ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഷീ വാസ് ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ അവൾ എന്താണ്, സന്തോഷവതിയായിരുന്നു. അവൾ എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഈ ഒരു പേപ്പർ ബോട്ട്സ് ഇങ്ങനെ സ്ട്രീമിലൂടെ ഒഴുക്കി വിടുന്നതിൽ എന്താണ്, ഒരു സന്തോഷം അവൾ അതിൽ കണ്ടെത്തിയിരുന്നു. ചെറിയ കുട്ടികൾക്ക് അങ്ങനെയല്ലേ അല്ലേ, മഴ വന്നു കഴിഞ്ഞാൽ ഈ പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കി എന്താണ്, വെള്ളം പോകുന്ന വഴിയിലൂടെ ഇങ്ങനെ പേപ്പർ ബോട്ട്സ് വെച്ച് അതിങ്ങനെ പോകുന്നത് കണ്ടിരിക്കാനൊരു സന്തോഷമാണല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു അന്നയ്ക്കും എന്താണ്, അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അവൾ അതിൽ ഹാപ്പി ആയിരുന്നു. ഈ ഒരു പേപ്പർ ബോട്ട്സ് ഉണ്ടാക്കി വിടുന്ന ആ ഒരു കളി വളരെയായിട്ട് അവൾ ആസ്വദിച്ചിരുന്നു എന്ന് പറയാണ്. സഡൻലി സംതിങ് ഹൊറിബിൾ ഹാപ്പൻ. സഡൻലി എന്ന് പറഞ്ഞാൽ എന്താണ്, പെട്ടെന്ന്. സംതിങ് ഹൊറിബിൾ ഹാപ്പൻ. ഹൊറിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഭയാനകമായ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന എന്നൊക്കെ പറയാം. അപ്പം എന്തോ ഒരു എന്താണ്, പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം സംഭവിച്ചു എന്ന് പറയുകയാണ്. താഴെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് കുഡ് ബി ദ ഹൊറിബിൾ തിങ്. എന്തായിരിക്കും ആ ഒരു പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഞെട്ടിക്കുന്ന സംഭവം എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. പേജ് നമ്പർ 38 നോക്കാം. ആൻ ആംഗ്രി ഗേൾ, അതാണ് ഈ ഒരു പാർട്ടിൻ്റെ ടൈറ്റിൽ വരുന്നത്. ആംഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദേഷ്യം അല്ലേ. ഗേൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി. അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്റ്റോറിയിലെ പെൺകുട്ടി ആരാണ്, അന്നയാണ് അല്ലേ. അപ്പം അന്നേനെ ആയിരിക്കും ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. A fat boy pounced on one of her boats and pulled it. എന്താ പറയുന്നത്, ഒരു ഫാറ്റ് ബോയ്. ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടിച്ച എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു പിക്ചറിൽ കാണുന്നില്ലേ, ആ ഒരു ബോയ് നല്ല തടിയുണ്ടല്ലേ. അപ്പോൾ ഫാറ്റ് എന്ന് പറഞ്ഞാൽ തടിച്ച ഒരു ആൺകുട്ടി. pounced on one of her boats and pulled it. pounced എന്ന് പറഞ്ഞാൽ ചാടി വീഴുക എന്നുള്ളതാണ്. അപ്പോൾ one of her boats, അവളുടെ ഒരു ബോട്ടിൻ്റെ മുകളിലേക്ക് ഈ ഒരു കുട്ടി എന്ത് ചെയ്തു, ചാടി വീണിട്ട് എന്ത് ചെയ്തു, and pulled it, എന്നിട്ട് അത് എടുത്തു.
എന്നിട്ടോ ഹി ടേൺ ദ ബോട്ട് അപ്സൈഡ് ഡൗൺ, അതായത് മുകളിലേക്ക് വേണ്ട ആ ഒരു ഭാഗം താഴോട്ട് വെച്ചു, അതായത് ബോട്ട് തിരിച്ചു വെച്ചു. അങ്ങനെ വരുമ്പോൾ എന്താണ്, ബോട്ട് നമ്മൾ കാണുന്നത് പേപ്പർ ബോട്ടാണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. മാത്രമല്ല അതിൻ്റെ മുകളിലേക്ക് ചാടി വീണിട്ടുണ്ടല്ലോ ഓൾറെഡി. അപ്പം ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ മാറിയിട്ടും ഉണ്ടാവും. ഇനി അത് ആ ഒരു പേപ്പർ ബോട്ട് നല്ല രീതിക്ക് എന്താണ് ആ വെള്ളത്തിലൂടെ ഒഴുകി പോവുകയില്ല അല്ലേ. എന്നിട്ടോ അന്ന സ്റ്റേർഡ് അറ്റ് ദ ബോയ്, അന്ന എന്ത് ചെയ്തു, സ്റ്റേർഡ് മീൻസ് തുറിച്ച് നോക്കുക, ആ ബോയിനെ എന്ത് ചെയ്തു, തുറിച്ച് നോക്കി. ഹി വാസ് ഫാറ്റ് ആൻഡ് ഡേർട്ടി, അവൻ എന്താണ്, ഫാറ്റാണ്, തടിച്ചിട്ടുമാണ്, അതുപോലെ ഡേർട്ടി എന്ന് പറഞ്ഞാൽ വൃത്തിയും ഇല്ല എന്നുള്ളതാണ്. ഹി ഡിഡ് നോട്ട് മൈൻഡ് അന്നാസ് ആംഗ്രി ഫേസ്, ആ ഒരു കുട്ടി ഉണ്ടല്ലോ, ആ ഒരു ഫാറ്റ് ബോയ് എന്ത് ചെയ്തു, ഡിഡ് നോട്ട് മൈൻഡ്, അന്നേനെ എന്താണ്, അന്നേൻ്റെ ആ ഒരു ആംഗ്രി ഫേസ് അവൻ എന്താണ് ഗൗനിച്ചതേ ഇല്ല, മൈൻഡ് ചെയ്തതേ ഇല്ല എന്നാണ് പറയുന്നത്. അന്ന റാൻ ഹോം, അന്ന എന്ത് ചെയ്തു, അവളുടെ വീട്ടിലേക്ക് റാൻ ഹോം, ഓടിപ്പോയി എന്നുള്ളതാണ് പറയുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡിഡ് ദ ബോയ് പൗൺസ് ഓൺ ദ ബോട്ട്, അതായത് ആ കുട്ടി എന്തിനാണ് ബോട്ടിലേക്ക് ചാടി വീണത്. വാട്ട് വുഡ് അന്ന ഡു നൗ, അന്ന ഇനി എന്താണ് ഇപ്പോൾ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. നമുക്ക് നോക്കാം. എ സൊല്യൂഷൻ എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിൻ്റെ പേര്. സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പരിഹാരം അല്ലേ, അല്ലെങ്കിൽ എന്താണ് പ്രതിവിധി എന്നൊക്കെ പറയാം. അതായത് നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കതിന് സൊല്യൂഷൻ കാണണം അല്ലേ, പരിഹാരം കാണണം, അല്ലെങ്കിൽ പ്രതിവിധി കാണണം. അപ്പം അന്നയുടെ പ്രശ്നത്തിന് എന്താണ് സൊല്യൂഷൻ എന്ന് നമുക്ക് നോക്കാം. അന്നാസ് ഓണ്ട് അരുന്ധതി വാസ് സിറ്റിംഗ് ഇൻ ആൻ ആം ചെയർ. അന്നയുടെ ഓണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അമ്മായി അല്ലെങ്കിൽ മാമി എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതാണ് ഓണ്ട്. അപ്പോൾ അന്നയുടെ ഓണ്ട് ആരാണ്, അരുന്ധതി. പേരെന്താണ്, അന്നേൻ്റെ ഓണ്ടിൻ്റെ പേര് അരുന്ധതി അല്ലേ. അരുന്ധതി വാസ് സിറ്റിംഗ് ഇൻ ആൻ ആം ചെയർ, അരുന്ധതി ഇരിക്കുകയാണ്, ഒരു ആം ചെയറിൽ ഇരിക്കുകയാണ്. ആം ചെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പിക്ചറിൽ കാണുന്നില്ലേ, ചാരുകസേര, അതായത് കൈയൊക്കെ നല്ല നീളമുള്ള ചാരി ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ചെയർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ആം ചെയർ എന്ന് പറയാം. അപ്പോൾ ആം ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അരുന്ധതി, അന്നേൻ്റെ ഓണ്ടായിട്ടുള്ള അരുന്ധതി. അന്നാസ് ഫേസ് വാസ് റെഡ് വിത്ത് ആങ്കർ, എന്താണ് അന്നേൻ്റെ ഫേസ് എന്ത് കളറായിട്ടുണ്ട്, റെഡ് കളറായിട്ടുണ്ട്. വിത്ത് ആങ്കർ, ദേഷ്യം കൊണ്ട് ഇങ്ങനെ ചുമന്ന് തുടുത്തിട്ടുണ്ട്. നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഫേസൊക്കെ ഇങ്ങനെ ചുമക്കൂലേ, അതേപോലെ അന്നേൻ്റെത് എന്താണ്, ചുമന്ന് തുടുത്തിട്ടുണ്ട്. ഷീ പൗട്ടഡ് ഹെർ ലിപ്സ് ആൻഡ് സെറ്റ്, പൗട്ടഡ് മീൻസ് എന്താണ്, ചുണ്ടിങ്ങനെ കൂർപ്പിച്ച് വെക്കുന്നതിനാണ് നമ്മൾ പൗട്ടഡ് എന്ന് പറയാം. അതായത് കുട്ടികൾ ദേഷ്യം വരുന്ന സമയത്ത് എന്താണ്, ചുണ്ടിങ്ങനെ കൂർപ്പിച്ച് വെക്കും അല്ലേ, അതുപോലെ അന്നയും അങ്ങനെ ചെയ്തു. എന്നിട്ട് ആൻഡ് സെറ്റ്, എന്നിട്ട് പറഞ്ഞു, എന്താണ് പറഞ്ഞത്, ദാറ്റ് നോട്ടി ബോയ് ഹീ ഓവർ ടേൺഡ് മൈ ബോട്ട് ഷീ സെറ്റ്, അവൾ പറയാണ് ദാറ്റ് നോട്ടി ബോയ്, ആ ഒരു എന്താണ് വികൃതിയില്ല, ആ ഒരു വികൃതി കുട്ടി എന്ത് ചെയ്യാണ്, ആ ഒരു ബോയ് ഹിറ്റ് ഓവർ ടേൺഡ് മൈ ബോട്ട്, അതായത് അവളുടെ ബോട്ട് തിരിച്ചു വെച്ചു എന്ന് പറയാണ്. ഷീ സെറ്റ്, അവൾ പറഞ്ഞു ഡോണ്ട് വറി ഐ വിൽ മേക്ക് അനദർ വൺ ഫോർ യു. അപ്പോൾ ആൻറ്റി പറയാണ്, അതായത് നമ്മളുടെ അന്നേൻ്റെ ഓണ്ട് പറയാണ്, ഡോണ്ട് വറി, നീ വിഷമിക്കേണ്ട, ഐ വിൽ മേക്ക് അനദർ വൺ ഫോർ യു, ഞാൻ നിനക്ക് വേണ്ടി വേറെ ഒന്നും ഉണ്ടാക്കിത്തരാം. ഓണ്ട് അരുന്ധതി ട്രൈഡ് ടു കൺസോൾ ഹെർ, ഓണ്ട് അരുന്ധതി എന്ത് ചെയ്യാണ്, അവളെ കൺസോൾ ചെയ്യാണ്. കൺസോൾ ചെയ്യുകയെന്ന് വെച്ചാൽ എന്താണ്, ആശ്വസിപ്പിക്കുകയാണ്. അപ്പം അന്നേനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത് അരുന്ധതി. വാട്ട് ഇഫ് ഹി ടേക്സ് ദാറ്റ് വൺ ടു, അപ്പോൾ അന്ന ചോദിക്കുകയാണ്, ഈ അരുന്ധതി ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ബോട്ടുണ്ടല്ലോ, അതും അവൻ എന്ത് ചെയ്യും, അവനെ നശിപ്പിച്ചാലോ, അതും അവൻ എടുത്താലോ, എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ് അന്ന. അരുന്ധതി എന്താ മറുപടി പറഞ്ഞത് നോക്കാം. ഓക്കെ ദെൻ ഐ വിൽ മേക്ക് എ ഫ്യൂ മോർ ഫോർ യു. അപ്പോൾ അരുന്ധതി പറയാണ്, അപ്പം ഞാൻ നിനക്ക് എന്താണ് കുറേ എണ്ണം, ഫ്യൂ മോർ ഫോർ യു, നിനക്ക് വേണ്ടിയിട്ട് കുറേ എണ്ണം ഉണ്ടാക്കിത്തരാം എന്ന് പറയാണ്. പേജ് നമ്പർ 40 നോക്കാം. വാട്ട് ഇഫ് ഹീ ടേക്സ് ഓൾ ഓഫ് ദം, അപ്പം അന്ന ചോദിക്കുകയാണ്, ഓണ്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ എല്ലാ ബോട്ടും അവനെടുത്തോണ്ട് പോയാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. നോ ഹീ വോണ്ട് ഐ വിൽ മേക്ക് എ ഫ്യൂ ഫോർ ഹിം ആസ് വെൽ. അപ്പോൾ ഓണ്ട് പറയാണ്, നോ ഹീ വോണ്ട്, അത് അവന് വേണ്ടി വരില്ല. ഐ വിൽ മേക്ക് എ ഫ്യൂ ഫോർ ഹിം ആസ് വെൽ, ഞാൻ അവന് വേണ്ടിയും കുറച്ച് ബോട്ടുകൾ ഉണ്ടാക്കാം എന്നുകൊണ്ട് പറയാണ്. ബട്ട് വൈ ഷുഡ് യു മേക്ക് ബോട്ട്സ് ഫോർ ഹിം. അപ്പം അന്ന ചോദിക്കുകയാണ്, ഓണ്ട് എന്തിനാണ് അവന് വേണ്ടി ബോട്ട്സ് ഉണ്ടാക്കുന്നത്. ഹീ സീംസ് ടു ബി എ പുവർ ചൈൽഡ്. അപ്പോൾ ഓണ്ട് പറയാണ്, അവനെ കാണാൻ എന്താണ്, ഒരു പാവം കുട്ടീനെ പോലെ, പുവർ ചൈൽഡ്, പാവം കുട്ടീനെ പോലെ തോന്നുന്നുണ്ട് എന്ന് പറയാണ്. ദെൻ വൈ കാൻ ഹീ മേക്ക് ദം ഹിംസെൽഫ്. അപ്പം അന്ന ചോദിക്കുകയാണ്, പിന്നെ അവനെന്താ സ്വന്തമായിട്ട് ആ ബോട്ട്സ് ഉണ്ടാക്കിക്കൂടെ അവനുണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. ഹി ഈസ് സോ ബിഗ്, അവൻ എന്താണ് വലിയ കുട്ടിയാണെന്ന് തന്നെ പറയാണ്.
മേ ബി നോ വൺ ഹാസ് ടോഡ് ഹിം ഹൗ ടു മേക്ക് ബോട്ട്സ്. അപ്പോൾ അരുന്ധതി പറയാണ് മേ ബി ഒരു പക്ഷേ നോ വൺ ഹാസ് ടോഡ്, അവനെ ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല ഹൗ ടു മേക്ക് ബോട്ട്സ്, എങ്ങനെയാണ് ബോട്ട്സ് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. വൈ ഡസൻ ഹി ഗോ ടു സ്കൂൾ. അപ്പോൾ അന്ന ചോദിക്കുകയാണ് വൈ എന്തുകൊണ്ട്, ഡസൻ ഹി ഗോ ടു സ്കൂൾ, അവൻ സ്കൂളിൽ പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഹി ഈസ് സോ റൂഡ്, അവൻ എന്താണ് ഭയങ്കര റൂഡാണെന്ന് പറയുകയാണ് അന്ന. റൂഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പരുക്കനായ സ്വഭാവമുള്ള, അതായത് മോശപ്പെട്ട സ്വഭാവമുള്ള കുട്ടിയാണെന്നാണ് അന്നയുടെ വാദം. അന്ന അങ്ങനെയാണ് പറയുന്നത്. അപ്പം സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ നല്ല ശീലങ്ങളോ നല്ല സ്വഭാവമൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം അന്ന ഭയങ്കര ക്യൂരിയസ് ആണ് ഈ കുട്ടി എന്താണ് ഇങ്ങനെ എന്നറിയാൻ വേണ്ടിയിട്ട്. ഓണ്ട് അരുന്ധതി ജസ്റ്റ് സ്മൈൽഡ്. അപ്പോൾ അരുന്ധതി അതായത് ഓണ്ട് എന്താ ചെയ്ത് ഒന്ന് ചിരിച്ചു അല്ലേ. പേജ് നമ്പർ 41 നോക്കാം. ഗുഡ് ഗൈഡൻസ് എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിൻ്റെ പേര്. ഗുഡ് ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർഗനിർദ്ദേശം എന്നുള്ളതാണ്. അപ്പോൾ ഗുഡ് ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നല്ല മാർഗം നിർദ്ദേശിക്കുന്നതിനെയാണ് കേട്ടോ പറയുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഓണ്ട് അന്നേനോട് എന്താണ് പറഞ്ഞത്, ആ കുട്ടീനോട് എന്താണ് പോയി തല്ലുണ്ടാക്കാനോ ആ കുട്ടിക്ക് കൊടുക്കാതെ കളിക്കാനോ ഒന്നുമല്ല, അവനും കൂടി ഷെയർ ചെയ്യാനാണ്, അവനോട് ഫ്രണ്ട്ലി ആവാനാണ് ഈ ഒരു അരുന്ധതി ഓണ്ട് നിർദ്ദേശിച്ചത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻ നോ ടൈം എ ബോർഡ് വാസ് റെഡി ആൻഡ് ദെൻ എ ഫ്യൂ മോർ. എന്താ പറയുന്നത്? ഇൻ നോ ടൈം അതായത് വേഗത്തിൽ തന്നെ ബോട്ട് വാസ് റെഡി, ബോട്ട് റെഡി ആയിരുന്നു. ആൻഡ് ദെൻ എ ഫ്യൂ മോർ, അത് മാത്രമല്ല ഒരു ബോട്ടല്ല കുറേ അധികം ബോട്ടുകൾ ഉണ്ടാക്കി. ആരാ ഉണ്ടാക്കുന്ന? അരുന്ധതി അല്ലേ, നമ്മളുടെ ഓണ്ട്. ഫൈനലി ഷീ ഗേവ് ഓൾ ദ ബോട്ട്സ് ടു അന്ന ആൻഡ് സെറ്റ് ഹിയർ ഗോ ആൻഡ് ഹാവ് ഫൺ. അപ്പം ഫൈനലി അവസാനം ഷീ ഗേവ് ഓൾ ദ ബോട്ട്സ് ടു അന്ന, അരുന്ധതി ആ ഉണ്ടാക്കിയ മുഴുവൻ ബോട്ടുകളും അന്നയ്ക്ക് കൊടുത്തു. എന്നിട്ടോ ആൻഡ് സെറ്റ്, എന്നിട്ട് പറഞ്ഞു ഹിയർ ഗോ ആൻഡ് ഹാവ് ഫൺ, ഇനി നീ പോയിക്കോ, പോയിട്ട് എന്താണ് കളിച്ചോ. ഫൺ എന്ന് പറഞ്ഞാൽ എന്താണ് സന്തോഷിച്ചോ എന്ന് പറയാണ്. ക്ലച്ചിങ് ദ ബോട്ട്സ് ടൈറ്റ്ലി. അന്ന ക്ലച്ചിങ് എന്ന് പറഞ്ഞാൽ മുറുകെ പിടിക്കുക, അതായത് ടൈറ്റായിട്ട് പിടിക്കുക. അന്ന ആ ഒരു ബോട്ട്സ് മൊത്തം ടൈറ്റായിട്ട് പിടിച്ചു. എന്നിട്ടോ അന്ന സ്റ്റാർട്ടഡ് വാക്കിംഗ് ഹെസിറ്റൻ്റ്ലി ടുവേർഡ്സ് ദ സ്ട്രീം. അന്ന എന്ത് ചെയ്തു? സ്റ്റാർട്ടഡ് വാക്കിംഗ്, നടക്കാൻ തുടങ്ങി. എങ്ങോട്ടാണ്? ടുവേർഡ്സ് ദ സ്ട്രീം, സ്ട്രീമിൻ്റെ അടുത്തേക്കാണ്. പക്ഷേ ഹെസിറ്റൻ്റ്ലി ആണ്. ഹെസിറ്റൻ്റ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു മടിയോടുകൂടി, ശങ്കയോടുകൂടി, അതായത് ആ കുട്ടി അവിടെ ഉണ്ടാവുമോ, ഇനിയും അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ ബോട്ട് എന്താണ് നശിപ്പിച്ച് കളയുമോ എന്നൊക്കെയുള്ളൊരു ആശങ്ക അന്നയുടെ മൈൻഡിലുണ്ട് അല്ലേ. അപ്പോൾ അന്ന ഒരു മടിയോട് കൂടിയിട്ടാണ് ആ ഒരു സ്ട്രീമിൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്നത്. ദ ബോയ് വാസ് സ്റ്റിൽ ദെയർ. ആ കുട്ടി എന്താണ് അവിടെ തന്നെ ഉണ്ട്, ആ ബോയ് അവിടെ തന്നെ ഉണ്ട് എന്ന് പറയാണ്, ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഹി ലുക്ക്ഡ് അറ്റ് ഹർ ക്യൂരിയസ്ലി. അപ്പം അവൻ എന്താണ് ആ ഒരു ബോയ് ഇവളെ ക്യൂരിയസ് ആയിട്ട് നോക്കുകയാണ്, അതായത് എന്താണ് ഒരു ജിജ്ഞാസയോട് കൂടിയിട്ട് ഇവളെ നോക്കുകയാണ്, ഇനിയും ഇവൾ പേപ്പർ ബോട്ട്സും കൊണ്ട് വരികയാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അന്ന ടുക്ക് ഔട്ട് 2 നോട്ട് സോ ഗുഡ് ബോട്ട്സ് ആൻഡ് ഹെൽഡ് ദം ഔട്ട്. എന്താ ചെയ്തു? അന്ന ടുക്ക് ഔട്ട് 2 നോട്ട് സോ ഗുഡ് ബോട്ട്സ്, അതായത് 2 അത്ര നല്ലതല്ലാത്ത കുറേ ബോട്ട്സ് ഉണ്ടല്ലോ, അപ്പം അതിൽ വെച്ചിട്ട് അത്യാവശ്യം എന്താണ് കുറച്ച് മോശമായിട്ടുള്ള 2 ബോട്ട്സ് എടുത്തു. ആൻഡ് ഹെൽഡ് ദം ഔട്ട്, അവർ നേരെ നീട്ടി. എന്നിട്ട് എന്താ പറഞ്ഞത്? ഹിയർ യു ആർ, എന്നാ പിടിച്ചോ, ഇത് നിനക്കുള്ളതാണെന്നുള്ള രീതിയിൽ കൊടുത്തു. ഷീ ഹാൻഡഡ് ദ ബോട്ട്സ് ഓവർ ടു ദ ബോയ് വിത്തൗട്ട് ദ ട്രേസ് ഓഫ് എ സ്മൈൽ. എന്താണ്? ഷീ ഹാൻഡഡ് ദ ബോട്ട്സ്, അവൾ ആ ഒരു ബോട്ട് കൈമാറി. ഓവർ ടു ദ ബോയ്, ആ ബോയ്ക്ക് വിത്തൗട്ട് ദ ട്രേസ് ഓഫ് എ സ്മൈൽ, അതായത് ഒരു മുഖത്തൊരു പുഞ്ചിരി പോലും ഇല്ലാതെ, വലിയ ഇഷ്ടമൊന്നും ഇല്ലാതെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അല്ലേ. മാത്രമല്ല അതിൽ വെച്ച് മോശപ്പെട്ട ബോട്ടാണല്ലോ കൊടുത്തത്, അപ്പോൾ അവൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാതെ, ഒരു സ്മൈൽ പോലും മുഖത്തില്ലാണ്ടാണ് ആ ബോട്ട്സ് ആ കുട്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ദ ബോയ് ടുക്ക് ദം ആൻഡ് ജസ്റ്റ് സ്റ്റുഡ് ദെയർ ക്വയറ്റ്ലി. അപ്പോൾ ബോയ് ടുക്ക് ദം, അവനത് വാങ്ങിച്ചു ആ ബോട്ട്. എന്നിട്ടോ ജസ്റ്റ് സ്റ്റുഡ് ദെയർ ക്വയറ്റ്ലി, അവന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് കുറച്ച് നേരം അങ്ങനെ അവിടെ നിന്നു, മിണ്ടാതെ അങ്ങനെ നിന്നു. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ, അവനറിയില്ല എന്താ പറയേണ്ടത് എന്നറിയില്ലാത്തൊരവസ്ഥയിൽ നിന്നു. കാരണം എന്താണ് അവൻ അന്നയുടെ ബോട്ട് ഇതിനു മുന്നേ അവൾ കൊണ്ടുവന്ന സമയത്ത് നശിപ്പിച്ചിട്ടാണ് അവനവിടെ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അന്ന ഇങ്ങനെ എന്താണ് ബോട്ട് ഇവന് കൊടുക്കുന്ന ഒരു കാര്യം ഇവനൊരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവന് എന്താണ് ഇനി എന്താ പറയേണ്ടതെന്ന് പോലും അറിയാണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ വന്നത്. ലാസ്റ്റ് പാർട്ട് നോക്കാം. ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ഈ ഒരു പാർട്ടിൻ്റെ പേര്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ സൗഹൃദം അല്ലേ. അപ്പോൾ ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ് ഈ ഒരു പാർട്ടിൽ നമുക്ക് നോക്കാനുള്ളത്. നോക്കാം. അന്ന ജെൻറ്റ്ലി
ലോഞ്ച്ഡ് ഹെർ ബോട്ട്. അന്ന എന്ത് ചെയ്തു? ജെൻ്റ്ലി ലോഞ്ച്ഡ് ഹെർ ബോട്ട്. അവളുടെ ഒരു ബോട്ട് അങ്ങനെ എന്താണ് വെള്ളത്തിലേക്ക് വെച്ചു, സ്ട്രീമിലേക്ക് വെച്ചു. സ്വിഫ്റ്റ്ലി ദ ബോട്ട് സെയിൽ ഡൗൺ ദ സ്ട്രീം. സ്വിഫ്റ്റ്ലി എന്ന് പറഞ്ഞാൽ സ്പീഡിലല്ലേ, പെട്ടെന്ന് തന്നെ ആ ഒരു ബോട്ട് എന്ത് ചെയ്തു? ഒഴുകിപ്പോയി. സെയിൽഡ് മീൻസ് എന്താണ്? ബോട്ട് യാത്ര തുടങ്ങി, അതായത് ആ ഒരു ബോട്ട് ഒഴുകിപ്പോയി. ഡൗൺ ദ സ്ട്രീം, സ്ട്രീമിൻ്റെ എന്താണ് വെള്ളം ഒഴുകുന്ന ആ ദിശയിൽ തന്നെ താഴോട്ട് അങ്ങനെ ഒഴുകിപ്പോയി. ദ ബോയ് സ്റ്റുഡ് ദെയർ വാച്ചിങ് ഇറ്റ്. അപ്പോൾ ആ കുട്ടി എന്താ ചെയ്തത്? അവിടെ ഇങ്ങനെ നിന്നിട്ട്, ആ ഒരു ബോയ് അവിടെ ഇങ്ങനെ നിന്ന് ആ ഒരു ബോട്ട് ഒഴുകി പോകുന്ന ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ ഫെയിൻറ്റ് സ്മൈൽ അപ്പിയർഡ് ഓൺ ഹെർസ് ലിപ്സ്. ലിപ്സ് എന്ന് പറഞ്ഞാൽ ചുണ്ട്. ഒരു ഫെയിൻറ്റ് സ്മൈൽ, അതായത് ഒരു മങ്ങിയ ചിരി, ഒരു ഭയങ്കര ചിരിയല്ല, മങ്ങിയ ഒരു ചെറിയൊരു ചിരി അവൻ്റെ ചുണ്ടുകളിൽ എന്താണ് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. അന്ന ലുക്ക്ഡ് അറ്റ് ദ ബോയ് ത്രൂ ദ കോർണർ ഓഫ് ഹെർ ഐസ്. അതായത് അന്ന ലുക്ക്ഡ് അറ്റ് ദ ബോയ്, അന്ന ആ ഒരു കുട്ടീനെ നോക്കി. ത്രൂ ദ കോർണർ ഓഫ് ഹെർ ഐസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടം കണ്ടിട്ട് നോക്കുക എന്നറിയില്ലേ, അതായത് നോക്കുന്ന ആൾ കാണാണ്ട് നമ്മൾ നോക്കില്ലേ, അങ്ങനെ അന്ന നോക്കി. സഡൻലി ഷീ സോ ദ ബോട്ട് ഗെറ്റിംഗ് കോട്ട് ഇൻ എ ഹീപ്പ് ഓഫ് മഡ് ആൻഡ് സ്റ്റോൺ. എന്താണ് സംഭവിച്ചത്? സഡൻലി പെട്ടെന്ന് ഷീ സോ, അവൾ കണ്ടു. എന്താണ്? ദ ബോട്ട് ഗെറ്റിംഗ് കോട്ട് ഇൻ എ ഹീപ്പ് ഓഫ് മഡ് ആൻഡ് സ്റ്റോൺ. അതായത് ഹീപ്പ് എന്ന് പറഞ്ഞാൽ കൂമ്പാരം, മഡ് ആൻഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ, മഡ് എന്ന് പറഞ്ഞാൽ ചളിയല്ലേ, സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കല്ല്. അപ്പം കല്ലും മണ്ണും ഒക്കെ ഉള്ള ഒരു കൂമ്പാരത്തിൽ ആ ഒരു ബോട്ട് എന്ത് ചെയ്തു? തങ്ങി അങ്ങനെ നിന്നു. വാട്ടർ സ്പ്ലാഷ്ഡ് അഗെയിൻസ്റ്റ് ഇറ്റ്. അപ്പം വാട്ടർ എന്ത് ചെയ്തു? വെള്ളം ഇങ്ങനെ എന്താണ് ഒഴുകി പോകുന്നതല്ലേ, അപ്പം വെള്ളം ഇങ്ങനെ എന്താണ് തെറിച്ചു, അതിൻ്റെ മുകളിലേക്ക് തെറിച്ചു. ആൻഡ് സ്ലോലി ഫ്ലഡഡ് ഇറ്റ്. അതായത് പിന്നെ എന്താണ്, അത് മെല്ലെ മെല്ലെ ആ ഒരു ബോട്ട് മുങ്ങിപ്പോവാനുള്ളൊരവസ്ഥയിലേക്ക് പോവാണ്. ഇൻ എ ഫ്ലാഷ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ദ ബോയ് ജംപ്ഡ് ഇൻ ടു ദ സ്ട്രീം. ആ ഒരു ബോയ് ആ ഒരു അരുവിയിലേക്ക് പെട്ടെന്ന് എടുത്ത് ചാടി. ആൻഡ് പുൾ ദ ബോട്ട് ഔട്ട് ഓഫ് ദ വാട്ടർ. എന്നിട്ട് എന്ത് ചെയ്തു? പുൾ ദ ബോട്ട് എടുത്തു. എവിടെ നിന്ന്? ഔട്ട് ഓഫ് ദ വാട്ടർ, ആ വെള്ളത്തിൽ നിന്ന് എടുത്തു. ഹീ ഗേവ് ഇറ്റ് ടു അന്ന. എന്നിട്ട് എന്ത് ചെയ്തു? അത് അന്നയ്ക്ക് കൊടുത്തു. അപ്പോൾ മുമ്പത്തെ പ്രാവശ്യം എന്താ സംഭവിച്ചത്? ആ കുട്ടി ആ ഒരു ബോട്ടിൻ്റെ മുകളിലേക്ക് ചാടി, എന്നിട്ട് ആ ബോട്ട് തിരിച്ചു വെച്ച് അതിനെ നശിപ്പിക്കുക ചെയ്തത്. ഇപ്പോഴെന്താ ചെയ്തത്? നശിക്കാൻ പോകുന്ന, അതായത് പോകുന്ന ആ ഒരു ബോട്ട് എടുത്തിട്ട് എന്ത് ചെയ്തു? അന്നയ്ക്ക് കൊടുത്തു. അപ്പം ആ കുട്ടിക്ക് നല്ലൊരു ചേഞ്ച് ആണല്ലേ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഷീ ടുക്ക് ദ ബോട്ട് ആൻഡ് സ്മൈൽഡ്. അപ്പം അന്ന ഒരു എന്താണ് ബോട്ട് വാങ്ങിയിട്ട് അവൾ എന്ത് ചെയ്തു? ചിരിച്ചു. അപ്പം പരസ്പരം എന്താണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു എന്താണ് പ്രശ്നമൊക്കെ സോൾവ് ആവുന്ന ആ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദ ബോയ് സ്മൈൽഡ് ബാക്ക് പ്ലസൻ്റ്ലി. അപ്പം ആ ഒരു ബോയും തിരിച്ച് ആ അന്നേനോട് ചിരിക്കുകയാണ്. പ്ലസൻ്റ്ലി മീൻസ് സന്തോഷത്തോടു കൂടി ചിരിച്ചു. അന്ന ജെൻലി പ്ലേസ്ഡ് അനദർ ബോട്ട് ഇൻ ദ സ്ട്രീം. അപ്പം അന്ന എന്ത് ചെയ്തു? വേറൊരു ബോട്ട് ആ ഒരു സ്ട്രീമിൽ വെച്ചു. എന്നിട്ടോ ഇറ്റ് സെയിൽഡ് സ്വിഫ്റ്റ്ലി ആൻഡ് ഡ്രിഫ്റ്റഡ് പാസ്റ്റ്. എന്താ പറയുന്നത്? ഇറ്റ് സെയിൽഡ് സ്വിഫ്റ്റ്ലി. ആ ഒരു ബോട്ട് എന്ത് ചെയ്തു? സ്പീഡിൽ അങ്ങനെ എന്ത് ചെയ്തു? ഒഴുകിപ്പോയി. ആൻഡ് ഡ്രിഫ്റ്റഡ് പാസ്റ്റ്, അതായത് പിന്നെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നല്ല രീതിക്ക് അങ്ങ് ഒഴുകിപ്പോയി. സൂൺ ഇറ്റ് വാസ് ഔട്ട് ഓഫ് സൈറ്റ്. പെട്ടെന്ന് തന്നെ അത് എന്തായി? ഒഴുകിപ്പോയിട്ട് പിന്നെ ഔട്ട് ഓഫ് സൈറ്റ്, അതായത് കണ്ണ് കൊണ്ട് കാണാൻ പറ്റാത്തത്ര ദൂരത്തിൽ ആ ഒരു ബോട്ട് ഒഴുകി എത്തിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അന്ന ആൻഡ് ദ ബോയ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ ആൻഡ് സ്മൈൽഡ്. അന്നയും ബോയും എന്ത് ചെയ്തു? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, എന്നിട്ട് ചിരിച്ചു. അതായത് അവരുടെ ഇടയിലൊരു സൗഹൃദം ഉണ്ടായി, ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി അല്ലേ. അപ്പോൾ ആ ഒരു ബോയ് ഒരു തെറ്റ് ചെയ്ത സമയത്ത് അന്നേൻ്റെ അവളെ എന്ത് ചെയ്തു? ഒരു നല്ല ഗൈഡൻസ് കൊടുത്തിട്ട് തിരുത്തി. അപ്പം അവൾ എന്താണ് ബോട്ട് അവന് ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവനും എന്താണ് മാറ്റങ്ങളുണ്ടായി. അവളോട് ഫ്രണ്ട്ഷിപ്പ് ആവാം, നല്ലതാണ് എന്നുള്ളത് അവനും മനസ്സിലായി. അന്നേനോട് ഈ ഒരു ബോയ് തെറ്റാണ് ചെയ്തത്, പക്ഷേ അത് അന്ന ക്ഷമിക്കാൻ തയ്യാറായി. ഇപ്പം അന്നേൻ്റെ അവളെ എന്ത് ചെയ്തു? കൺസോൾ ചെയ്ത്, എന്നിട്ട് അവൾക്ക് നല്ലൊരു ഗൈഡൻസ് നൽകി. അതിനുശേഷം അവൾ ആ ഒരു സ്ട്രീമിലേക്ക് പോയ സമയത്ത് ആ കുട്ടിക്ക് ബോട്ട് ഷെയർ ചെയ്തു അല്ലേ. അപ്പോൾ ആ ഒരു ബോയിൻ്റെ മൈൻഡിലും ചെയ്തത് തെറ്റാണ് എന്നുള്ളത് മനസ്സിലായി. എന്നിട്ട് അവളുമായിട്ട് എന്താണ് ഒരു ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കാൻ ഉള്ള ഒരു മൂമെൻറ്റ്സ് ആ കുട്ടീൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. അങ്ങനെ ഒരു എന്താണ് ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ ഉണ്ടാവുകയാണല്ലേ ചെയ്തത്. അപ്പോൾ നല്ലൊരു സ്റ്റോറി അല്ലായിരുന്നോ? അപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സോ സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.